നമുക്കിവിടെ വീട്ടുമുറ്റത്ത് ഈ കുടുംബത്തിന് പിന്തുണയുമായി സമരമിരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടെ പോകാവുന്നതാണ്. ചേട്ടാ, ഇപ്പോൾ ഇത്രയും മണിക്കൂറായില്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇനി ഇന്ന് ഒരു തീരുമാനം, ഇത്രയും മണിക്കൂർ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ ആദ്യ റൗണ്ടിലൊക്കെ മന്ത്രി പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. അവർക്ക് തെറ്റ് മനസ്സിലായി, മന്ത്രി KSEB ഒക്കെ തെറ്റ് തിരുത്തുവാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവർ വിധം മാറിക്കൊണ്ടിരിക്കുകയാണ്, അവർ നയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തരത്തിലും ഓരോ റിപ്പോർട്ടുകളും അനുബന്ധ ഘടകങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ കണക്ഷൻ കൊടുക്കാതിരിക്കാമെന്നുള്ള പരിശ്രമമാണിപ്പോൾ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, എങ്ങനെ കണക്ഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നുവോ, എങ്ങനെ കണക്ഷൻ കൊടുപ്പിക്കുവാൻ പറ്റുമെന്ന രൂപത്തിൽ ഈ നാട്ടിലുള്ള നാട്ടുകാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതിനുള്ള പരിശ്രമങ്ങളും അതിനുള്ള പ്രക്ഷോഭങ്ങളും ഞങ്ങളിവിടെ സംഘടിപ്പിക്കും. ഇതിന് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. മലയോര മേഖലയിലെ ജനങ്ങൾ എല്ലാ പ്രതിസന്ധിയിലും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്തിട്ട് ഈ കറണ്ട് കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിലും നീതി ലഭിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഞങ്ങളെ ഇവിടെ തിട്ടൂരം കാണിച്ച് ഗുണ്ടായിസം കാണിച്ചിട്ട് ഈ നാട്ടിലുള്ള ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മൂലയ്ക്കാക്കാമെന്ന് ആരും കരുതണ്ട. ഈ പാവപ്പെട്ട മാതാപിതാക്കൾ, കുടുംബനാഥനും കുടുംബനാഥിയും അസുഖബാധിതരാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇപ്പോൾ ഈ ക്രൂരകൃത്യം ചെയ്ത KSEB-ക്കാർ തന്നെ ആയിരിക്കും. അവരെ അഴിക്കുള്ളിലാക്കുന്നവർ വരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. സമയം ഇത്രയായി, കുറച്ചും കൂടെ കഴിഞ്ഞ് ഇരുട്ടാവും. ഇന്ന് രാത്രി ഇരുട്ടത്ത് നിൽക്കേണ്ടി വരുമോ? ഇരുട്ടായാലും വെളിച്ചമായാലും അതിലൊക്കെ സമരം ചെയ്യുവാൻ പറ്റുന്ന ആളുകളെ, ഇതുപോലെ ഇതിലും വലിയ വെല്ലുവിളികളെ നേരിട്ട മലയോര ജനതയാണിത്. ഈ സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കും, KSEB-യെ ഞങ്ങൾ മുട്ടുമടക്കിയിരിക്കും. അനാവശ്യമായിട്ട്, അനീതിപരമായിട്ട്, മനുഷ്യത്വരഹിതമായിട്ട് ഈ ക്രൂരകൃത്യം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു തരത്തിലും ഇനി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള പ്രമുഖരായ വ്യക്തികളുടെ, മന്ത്രിമാരുടെ അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരുടെ മക്കൾ വരെ വലിയ ക്രിമിനൽ കേസിൽ പെട്ടിട്ട് അവരുടെ ആരെങ്കിലും വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ടോ? ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയി പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ രോഗികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാറുണ്ടോ? ഇത് എവിടുത്തെ നിയമമാണ്? ഇല്ലാത്ത നിയമം ഉപയോഗിച്ച് ഉത്തരവിറക്കിയ ചെയർമാൻ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ആ സ്ഥാനത്തിരിക്കണമെങ്കിൽ നിങ്ങൾ കോടതി അനുവദിക്കേണ്ടി വരും. ഇല്ലാത്ത നിയമമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഉത്തരവ് പിൻവലിക്കാൻ ഇപ്പോൾ സാധിക്കാത്തത്. ഇതൊക്കെ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ഉദ്ബുദ്ധരായ ജനതയ്ക്കറിയാം. അത് ചെയർമാനും മന്ത്രിയും ഒക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തായാലും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ്. അതിനൊപ്പം തന്നെ മന്ത്രിയുടേതായാലും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടേതായാലും പ്രസ്താവനകൾ ഈ വിധത്തിൽ വരുന്നു. KSEB ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ വീട്ടിലെ വൈദ്യുതി ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ് എന്നതാണ്. അത് രാവിലെ മുതൽ മന്ത്രിയാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയർമാൻ്റെ പത്രക്കുറിപ്പിൽ വന്നതിലും കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കി എന്ന വണ്ണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിലില്ല എന്നുള്ളതാണ്. രാഹുൽ കെവിയാണ് വിശദമായി തന്നെ അവിടുത്തെ ആളുകളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ വൈദ്യുതി കട്ട് ചെയ്യാം, അസ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ബില്ല് അടച്ചാൽ എങ്ങനെയാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാതിരിക്കുക? ബില്ലടയ്ക്കുന്ന ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കേണ്ടേ? കുറ്റം ചെയ്തവർ ഇപ്പോൾ അറസ്റ്റിലാണല്ലോ, അവർ റിമാൻഡിലാണല്ലോ. മാതാപിതാക്കൾ എന്ത് പിഴച്ചു എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. തിരുവനന്തപുരത്ത് പ്രശാന്ത് കൃഷ്ണയും തിരുവമ്പാടിയിൽ നിന്ന് രാഹുൽ കെവിയുമാണ് വിവരങ്ങൾ നൽകി.